പബ്ലിക് എക്സാം തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്പം വെയിറ്റേജ് ഒക്കെ നോക്കി വേണം ഇനി പഠിക്കാൻ. അപ്പോൾ +1 കൊമേഴ്സിലെ മുഴുവൻ സബ്ജക്റ്റുകളുടെയും വെയിറ്റേജ് ആണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമുക്ക് അക്കൗണ്ടൻസി നോക്കാം. എടാ, അക്കൗണ്ടൻസിയിൽ +1 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 9 ചാപ്റ്റർ ആണുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. AFS-നാണെങ്കിൽ 10 വെയിറ്റേജ് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുള്ളവർക്ക് 6 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നാൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 നോക്കൂ, CA-കാർക്ക് 9ഉം AFS-കാർക്ക് 10 മാർക്കിന്റെ വെയിറ്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ അതിനേക്കാൾ കൂടുതൽ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ അവസാനം വരുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 2. അതായത് CA-കാർക്ക് 10 മാർക്കിനും AFS-കാർക്ക് 14 മാർക്കിനും വെയിറ്റേജ് കൊടുത്തിരിക്കുന്നു. സോ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 and 2, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 2, ഇത് 3 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ AFS-കാർക്ക് ഏകദേശം 34ഓളം മാർക്കോളം വെയിറ്റേജ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ ചെറിയ മാർക്കിന് അങ്ങോട്ട് കൂടാം കുറയാം, പക്ഷേ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഫുൾ ഇരുന്ന് തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചോളുക. ബാക്കി ചാപ്റ്ററുകളൊക്കെ ഏകദേശം 6, AFS-കാർക്കാണെങ്കിൽ 8, ഒരു സെയിം ലെവൽ ഓഫ് ഒരു വെയിറ്റേജ് ആണ് ബാക്കി ചാപ്റ്ററുകൾക്കൊക്കെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് 3 കൂടുതലായിട്ട് കൊടുത്തേക്കുന്നത്. ബിസിനസ് സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ അതിൽ നോക്ക് 12 മാർക്കിന്റെ വെയിറ്റേജ്, അതായത് ഏറ്റവും കൂടിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ 10 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റേഴ്സ് കാണാം. അത് ഏതൊക്കെയാ? ബിസിനസ് സർവീസസും ഇന്റേണൽ ട്രേഡും. ഇതാണ് പിന്നീട് വരുന്നത്. പിന്നെ 8 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ഫോർമേഷൻ ഓഫ് എ കമ്പനി, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി സബ് ചാപ്റ്റർ ഒക്കെ ഏകദേശം ഒരേപോലെ വെയിറ്റേജ് ആണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും ഇന്റേണൽ ട്രേഡും നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല വൃത്തിക്ക് നോക്കിയിരിക്കുന്ന ഉറപ്പ് വരുത്തണേ. സോ എല്ലാ ചാപ്റ്ററും പഠിക്കണം. അത് കുറച്ച് എക്സ്ട്രാ, അതായത് പഠിക്കുമ്പോൾ അയ്യോ ഇത്രയും വെയിറ്റേജ് ഉണ്ട്, ഇത്രയും മാർക്കിന് വരും എന്ന ബോധത്തോടെ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കണം. അല്ലാതെ മറ്റേത് സ്കിപ്പ് ചെയ്യാനല്ല പറയുന്നത്. ഓക്കെ, ശരി. അടുത്തത് നോക്കാം, എക്കണോമിക്സ്. എക്കണോമിക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നമുക്ക് കാണാൻ പറ്റുന്നത് 8 മാർക്ക് വെയിറ്റേജ് 2 ചാപ്റ്റർ കാണാൻ പറ്റും. പ്രസന്റേഷൻ ഓഫ് ഡാറ്റയും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ 7 മാർക്ക് വെയിറ്റേജ് ഉള്ള കളക്ഷൻ ഓഫ് ഡാറ്റയുണ്ട്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏരിയയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് നോക്കിയാൽ 6 മാർക്കിന്റെ ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാകും, ഇതാണ് നമ്മുടെ വെയിറ്റേജ് ടു ചാപ്റ്റർ എന്ന് പറയുന്നത് താഴെ കാണിക്കുന്നത്. ഇത് കറക്റ്റ് ആ മാർക്കിന് വരണമെന്നല്ല, കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം, പക്ഷേ അതിന്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത സബ്ജക്റ്റ് ആണ് നോക്കാം. ഇംഗ്ലീഷ് ആണ് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷ്. എടാ, ഇംഗ്ലീഷിൽ നോക്ക് 6 ഭാഗങ്ങളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും വെയിറ്റേജ് കൂടിയെന്ന് പറയാനില്ല. എല്ലാം ഏകദേശം ഇപ്പൊ നടുക്കത്തെ 3 ചാപ്റ്റേഴ്സിന് അല്ലേ, വേർഡ്സ് ആൻഡ് ഡീഡ്സ്, ബിയോണ്ട് ദ ഹൊറൈസൺ, ബ്രേവിംഗ് ദ ഹസാർഡ്, ഈ പറയുന്ന ചാപ്റ്റേഴ്സിനൊക്കെ എത്രയാ, 20 മുകളിലോട്ട് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ടോട്ടൽ കൂട്ടുമ്പോൾ 80 മാർക്കിന് വരണമെന്നില്ല, കാരണം നിങ്ങൾക്ക് ഓപ്ഷണലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് സ്കോർ ഇതിൽ കൂടുതൽ കാണിക്കും. അപ്പൊ നിങ്ങൾ സ്കോർ ആയിട്ട് എടുക്കണ്ട, അത്രത്തോളം വരാം എന്ന രീതി ചിന്തിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഓപ്ഷണൽ ഓർ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും, അതിന്റെ ഒക്കെ മാർക്ക് അടക്കമാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഉള്ള ചാപ്റ്റേഴ്സിൽ 2, 3, 4 ഇതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ആയിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 12 മാർക്കോളം ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവ് 92 മാർക്കോളം വരാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാറേ അപ്പൊ 104 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 80 മാർക്കല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ട് അല്ലെ ഓർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാവുമല്ലോ, എല്ലാം കൂടി കൂട്ടിയിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, സോ ഇംഗ്ലീഷും കഴിഞ്ഞു. നമ്മൾ ലാംഗ്വേജിന്റെ സബ്ജക്ട്സിന്റെ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് നിങ്ങൾക്കുള്ളത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പൊളിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ് ആണ്. അതിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പൊ അതിൽ 11 മാർക്കിന് വെയിറ്റേജ് 2ാമത്തെ ചാപ്റ്ററിന് കൊടുത്തിട്ടുണ്ട്, കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അത് കഴിഞ്ഞാൽ 10 മാർക്കിന്റെ 2 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും ഇതിൽ വെയിറ്റേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്ഷൻ എടുത്തവര് ഇത് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും കുറച്ച് കുട്ടികൾ മാത്രമുള്ളതാണ് പൊളിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ് തുടങ്ങിയവ. അപ്പൊ അതിന്റെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വേണ്ടവർ വീഡിയോയ്ക്കടിയിൽ കമന്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആ വെയിറ്റേജിന്റെ ഡോക്യുമെന്റ് അതിലേക്ക് ഇട്ട് തരാൻ വേണ്ടി പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്തോളൂ. അതിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ എക്സ്ട്രാ വേണ്ടവർ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഓൾറെഡി നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. പിന്നെ ലാംഗ്വേജിന്റെയും 2-3 ഓപ്ഷണൽ സബ്ജക്ട്സിന്റെയും മാത്രമേ ഇവിടെ വിട്ടുപോയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി പഠിക്കുമ്പോ ഇപ്പൊ പറഞ്ഞിട്ടുള്ളതൊക്കെ വെയിറ്റേജ് അനുസരിച്ച് നോക്കി പഠിച്ച് മുന്നോട്ട് പോവുക. ഇനി ഒരു സമയം പോലും നിങ്ങൾക്ക് കുഴപ്പം നേരില്ല. കുറെ പേര് വെയിറ്റേജ് ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്തു. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക എന്ന ദൗത്യം മാത്രമാണ്. റെഡി ആയിരുന്നോളൂ, പഠിച്ചോളൂ. എല്ലാ ദിവസവും പബ്ലിക് ലൈവ് നമ്മുടെ ചാനൽ നടക്കുന്നുണ്ട്. 7 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ വന്ന് നോക്കിക്കോളൂ. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കാണാം. ഈ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റൽ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സുകൾ കാണാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.